ഹായ്, വെൽക്കം ടു ഡേ 3 ഓഫ് ലേലഡാക് ട്രിപ്പ്. അപ്പോൾ നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്തത് ഹംപിയിലൊരു ജിയോ പമ്പിലായിരുന്നു. നമ്മൾ അവിടെ നിന്നൊക്കെ പോകുന്നു. ഇപ്പോൾ ഹംപി ഭാഗത്തേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കാം. അപ്പോൾ രാവിലെ ഒന്നും കഴിച്ചില്ല. അപ്പോൾ രാവിലെ എന്തെങ്കിലും ഒന്ന് കഴിക്കാമെന്നുള്ള സെറ്റപ്പിലൂടൊരു മരത്തണൽ കിട്ടിയപ്പോൾ നമ്മളൊന്ന് സൈഡാക്കി മാഗി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അയാ തീ കുറച്ചിട്ടല്ലേ വെള്ളം പറ്റണം. രാവിലെ മാഗിയാണ്. ഇത് കഴിഞ്ഞ് കുറച്ചൊന്നും കഴിഞ്ഞിട്ടാണ് ചോറ് എന്തെങ്കിലും വയ്ക്കാൻ വേണ്ടിയിട്ട്. അതുണ്ടാക്കി കഴിഞ്ഞിട്ട് ആയില്ലേ, നമ്മളെ മാഗിയൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മളിങ്ങനെ അല്ല അതൊരു ഹംപിയുടെ പ്രാന്തപ്രദേശങ്ങളിലൂടെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഹംപി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2 ദിവസം വേണമല്ലേ ശരിക്കും കണ്ടു തീർക്കാൻ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കറങ്ങി വഴി പോയപ്പോൾ ജസ്റ്റ് ഒന്ന് കയറിയുന്നുള്ളൂ. അങ്ങനെ കറങ്ങി പറ്റുന്ന സ്ഥലത്തൊക്കെ ഒന്ന് നിർത്തി ഒന്ന് കണ്ടിട്ട് പോകാന്നുള്ള പരിപാടി. എവിടെയോ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. നമുക്ക് അവിടെ ഒന്ന് നോക്കി നോക്കാം എന്താ. ഹംപിയിലൊരു ശിവക്ഷേത്രമാണത്. അപ്പോൾ ഒന്ന് പോയി നോക്കാം. പഴയ എത്രയോ പഴക്കമുള്ളതായിരിക്കും അല്ലേ, ഒരുപാട് പഴക്കമുള്ള. എങ്ങനെ ചെയ്ത് വെച്ചേക്ക് നോക്കി. എന്തോ കണ്ടു കൊണ്ട് സെറ്റപ്പൊക്കെ ഉണ്ട് കേട്ടോ. ഇതിനകത്ത് ഫുള്ള് വെള്ളം കെട്ടി കിടക്കാം. കുളമാണത്. മീനൊക്കെ ഉണ്ട്. ഞാൻ മുകളിൽ നിന്ന് കണ്ടപ്പോൾ ഇത് അണ്ടർഗ്രൗണ്ട് പോലെ എന്തെങ്കിലും സെറ്റപ്പ് ആയിരിക്കും വിചാരിച്ചു. അടിയിലേക്ക് ഇറങ്ങാൻ പറ്റുമെന്നുള്ളൊരു ധാരണ ഉണ്ടായിരുന്നു. പുറത്തുനിന്ന് നോക്കുമ്പോളേ നമ്മൾ റൂട്ടിൽ നിന്ന് ഇങ്ങനെ വന്നപ്പോൾ നോക്കിയപ്പോൾ ഇങ്ങനെ ഒരു അണ്ടർഗ്രൗണ്ടിലേക്കുള്ള വഴി പോലൊക്കെ തോന്നി. പഴയൊരു അതൊക്കെ വെള്ളം നിറഞ്ഞതായിരിക്കും കേട്ടോ. പണ്ടൊന്നും ഇങ്ങനെ ഇരുന്നിട്ടുണ്ടാവില്ല. ഇപ്പം ഇങ്ങനെ വെള്ളം കയറിയതായിരിക്കുള്ളൂ. അടുത്ത് വീടാണ്ടിരുന്നാൽ മതി. ഇവിടെ വഴിയില്ല. അപ്പുറത്തേക്ക് ഇനി എങ്ങനെ പോകും, എവിടേക്ക് പോകും വഴിയില്ല. ആ സൈഡിൽ കൂടെ വഴിയുണ്ട് പോകാം. നല്ല രസമുള്ള ഫ്രെയിമല്ലേ. ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഭയങ്കര ചരിത്രപ്രധാനമായ സ്ഥലങ്ങളാണ്. ഇത് നമുക്കെങ്ങനെ മനസ്സിലാക്കാൻ പറ്റുമെന്ന് ഒരു ധാരണയില്ലാത്തത്. ഇതൊരു സ്ഥലമായിട്ടുള്ളൂ. ഇനി ഇതുപോലെ ഒരുപാട് സ്ഥലങ്ങൾ ഇവിടെ ഉണ്ടെന്നാണ് ശ്രീരാഗ് പറഞ്ഞത്. ശ്രീരാഗ് ഒരു തവണ ഇവിടെ വന്നിട്ടുണ്ട്. അവന് 2 ദിവസം നിന്നിട്ട് ഈ ഭാഗം മുഴുവൻ കണ്ടുപോയതാ. ശരിക്കും ഒരുപാട് സ്ഥലങ്ങളുണ്ടെന്നാണ് പറയണത്. ഇതൊക്കെ നമ്മൾ അപ്പുറത്ത് പോയി കണ്ടതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ്. എനിക്കിതൊക്കെ വഴിയാണ് കേട്ടോ, സ്റ്റെപ്പായിരുന്നു. അപ്പോൾ ഇങ്ങനെ മഴ പെയ്തിട്ട് ഇതിലിങ്ങനെ വെള്ളം കെട്ടി നിൽക്കുക. അടി മൊത്തം ഇങ്ങനെ ഇതേപോലെ കരിങ്കല്ലുകൊണ്ട് പായിക്കുന്നതാറുണ്ടേ, അതിങ്ങനെ മൊത്തം വെള്ളം കെട്ടി നിൽക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇതൊക്കെ നടക്കാൻ പറ്റുന്ന ഉള്ളിലുള്ള വഴിയാണ്. ഇതിന് ഇനി ചിലപ്പോൾ ഒരു അണ്ടർഗ്രൗണ്ട് ഉണ്ടെന്ന് അറിയില്ല കേട്ടോ. ഇനിയിപ്പോൾ കല്ല് പാകി ഇതായതുകൊണ്ട് അണ്ടർഗ്രൗണ്ട് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഭയങ്കര രസമുള്ള സ്ഥലമല്ലേ.
ഭയങ്കര രസമുണ്ട്. ഇനിയുണ്ട് ഒരുപാട് സ്ഥലങ്ങളുണ്ടെന്ന് പറയുന്നത്. നമ്മൾ മെയിനായിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളിൽ ആദ്യം കാണുന്ന കുറച്ച് സ്ഥലങ്ങളിൽ ഇന്ന് ഇപ്പോൾ 2 ദിവസമായിട്ട് വളരെ കുറച്ച് ഓടണുള്ളൂ വണ്ടി. ഇന്നും അതേപോലെ തന്നെ കുറച്ച് ഓടാൻ പറ്റുള്ളൂ. പിന്നെ 2 ദിവസമായിട്ട് ചെറിയ പ്രശ്നങ്ങളുണ്ട്, ജലദോഷം തുമ്മലും പനിയൊക്കെ വരണ പോലെ ഉണ്ട്. എന്താണ് അവസ്ഥ എന്നറിയില്ല. ഭയങ്കര അല്ലേ, വീഴാൻ പോയി. ഇവിടെ എന്തൊക്കെയോ കൊത്തി വെച്ചിട്ടുണ്ട് കല്ലിൽ, നോക്കിയാൻ പറ്റാന്നറിയില്ല. ഏത് ഭാഷ? കന്നഡയിൽ ഇങ്ങനെ കൊത്തി വെച്ചിട്ടുണ്ട് ഒരുപാട്. ഇത് ഇവിടുത്തെ മെയിനാണ് ഹംപിയിലെ ഇങ്ങനെയുള്ളൊരു കൊത്തുപണികൾ, കല്ലിൽ ശില്പങ്ങളിങ്ങനെ കൊത്തി. ഭയങ്കര ഒരു കഴിവ് തന്നെ വേണമല്ലേ ഇങ്ങനെ കൊത്തി ഉണ്ടാക്കാനായിട്ട്. കറക്റ്റ് ആ രൂപത്തിലിങ്ങനെ കൊത്തി ഇങ്ങനെ എടുക്കണ്ടേ? എന്ത് രസമായിട്ട് ചെയ്തേക്കണല്ലേ. ഒരുപാടുണ്ട് ഇവിടെ. ഇതാരൊക്കെയാണെന്ന് അറിയുന്നവർ പറയട്ടാ. നമുക്കിത് ആരൊക്കെയാണെന്നുള്ളൊരു ധാരണയില്ല. കുറേ ഉണ്ട് ഇവിടെ മൊത്തം. ഇങ്ങനെ ഈ ഭാഗത്ത് ഫുള്ള് ഇങ്ങനെ കുത്തി വെച്ചേക്കാം ഫുള്ള്. ഇതിൻ്റെ അകത്ത് വളരെ കുറവാണ്. നമുക്ക് അടുത്ത സ്ഥലം പിടിക്കാം. അടുത്ത സ്ഥലത്ത് എന്താ ഉള്ളതെന്ന് നോക്കട്ടെ. ഞാൻ ഇങ്ങനെ മറ്റേ ആനന്ദ മൂവിയിൽ ഇങ്ങനെ കുറേ സ്റ്റെപ്പ് കയറി പോകുന്നൊരു സ്ഥലമുണ്ട്. ഞാൻ അവരോട് ചോദിച്ചപ്പോൾ അത് കുറേ കയറാൻ തോന്നുന്നു. അത് പുച്ഛായി, അറിയില്ല പോകുന്നറിയില്ല. നോക്കി നോക്കട്ടെ നേരത്തെ ഏതാ സ്ഥലം എന്നുള്ളത്. നമ്മളിവിടെ നേരത്തെ വന്നപ്പോൾ നമ്മൾ ഇവിടെ ഇരുന്ന് ഞാൻ നോക്കിയുള്ളൂ. അപ്പോൾ ഭയങ്കര താഴ്ചയാണ് കേട്ടോ. അവിടെ സാധനങ്ങളൊക്കെ നോക്കി. പോത്തുംകുട്ടി കിടക്കുന്ന കാളക്കുട്ടിയാണ്. ഇവിടെ നല്ല താഴ്ചയുണ്ട്, അത്യാവശ്യം താഴ്ചയുണ്ട്. കാരണം ആ കാളക്കുട്ടി ഇങ്ങനെ മുങ്ങി കിടക്കുന്നുണ്ട്. ഓക്കെ, അത്രയും താഴ്ചയുണ്ട്. സൂം ചെയ്യാൻ പറ്റും നോക്കട്ടെ, വെപ്പായതുകൊണ്ട്. ആടാ അത്രയും മുങ്ങി കിടക്കുക. ശരിക്കും ഇത് വവ്വാലുകളുണ്ട് കേട്ടോ കുറേ. നമുക്ക് നൈസായിട്ട് പോവാം. ഇത് ഞാൻ കണ്ടിട്ടുണ്ടായില്ല. നമ്മൾ നേരത്തെ തിരിച്ചു പറഞ്ഞ വഴിക്ക് 2 പിള്ളേർ വന്ന് കാണിച്ചെന്നാ. നമുക്കിറങ്ങാം. ഇവിടെ താഴത്ത് വെള്ളത്തിലേക്ക് വീണ് കഴിഞ്ഞാൽ അത്ര അടി താഴ്ചയുണ്ടെന്നറിയില്ല. അടിച്ചാൽ മതി. മൊത്തത്തിലൊരു സുഖമില്ലാത്ത ദിവസം. പനി പിടിച്ച് ഹംപി കാണാൻ വന്നിട്ട് പനി പിടിച്ച്. ഹംപി ഓടി നടന്ന് കാണേണ്ട സ്ഥലമാണ്. കാറിൽ അത്യാവശ്യം പോകേണ്ട 1-2 സ്ഥലത്ത് മാത്രമേ പോയുള്ളൂ. മൊത്തത്തിൽ പ്രശ്നമാണ്. ഇനിയിപ്പോൾ ഒരു ഡോൾ അടിച്ചിട്ട് കയറി കിടന്ന് തുടങ്ങാനുള്ള പരിപാടിയാണ്. നാളെ രാവിലെ എവിടേക്കാണ് നമ്മൾ പിടിക്കുന്നത്? സോലാപ്പൂർ അധികം ദൂരമൊന്നുമില്ല, 100-300 കിലോമീറ്റർ ഉള്ളൂ. നോക്കട്ടെ എങ്ങനെയാണെന്ന്. നമ്മൾ ഈ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ച് പോകുന്നതുകൊണ്ട് കുറച്ച് സമയം എടുക്കുന്നുണ്ട്. അതിലൊരു ചെറിയ